ഹലോ ഗൈസ്, അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടോ, അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു. അതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ അതുണ്ടാവില്ല. അപ്പം ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പരിപാടി, മാങ്ങ പറിക്കലാണ്. ഒരാൾ ഇവിടെ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബ്രോദ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നു. ആ യെസ്, എന്ത് രസത്തിലാണ് ആ മാങ്ങ വീഴുന്നത്. ആ സെറ്റ്. നമുക്ക് പറിച്ച് മാങ്ങ പോയി നോക്കാം. വാവ്, ഇത്രയും മാങ്ങ ഇപ്പോൾ അവർ പറിച്ചു. ഇതൊക്കെ മൂത്തതാ അല്ലേ? യെസ്, ആണ്. അപ്പോൾ ഇത്രയും മാങ്ങകൾ പറിച്ചു കൂട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരിന്ന് രാത്രി പോവും, അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് കൊടുത്തേക്കാൻ. കർമൂസ ഉണ്ട്, അത് ചിലപ്പോൾ പറിക്കുമായിരിക്കും. അങ്ങനെ അതെ, ഇത്രയും മാങ്ങ പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് ഇവര് ഡ്രാഗൺ. അതെ. ഇവര് വളരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഐ മീൻ സാധനം ഉണ്ടാവുമോ എന്നറിയില്ല. ഇതാ ഈ ലാസ്റ്റിലേക്ക് കുറച്ച് എന്തോ ഒരു ഷേപ്പൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാനേ വളം കുറേ ഇട്ട് കൊടുത്തപ്പം ഇതാകെ തളർന്നു പോയി. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് ഞാൻ കരിഞ്ഞു പോയി. വളം ഞാൻ കുറേ അങ്ങോട്ട് ഇട്ടു, ഇവിടെ തന്നെ ഇട്ടു. അങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ആകെ ക്ഷീണം പിടിച്ചു പോയി. പിന്നെ ഒരു മഞ്ഞ കളർ, ഇവിടെ ഒരു മഞ്ഞ കളറൊക്കെ വന്നില്ലേ, അതൊക്കെ അതിന് ശേഷം വന്നതാണ്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്താ പറയുക, ഇതൊന്ന് സെറ്റായി വന്നു കേട്ടോ. ഇതിവിടേക്ക് ഇതൊക്കെ പിന്നെ വന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പൊസിഷനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചെറിയൊരു വാട്ടം അവർക്ക് സംഭവിച്ചു. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഏപ്രിലാണ് ഇതിൻ്റെ സീസൺ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് പൂവിടുന്നത് ഏപ്രിലാണെന്നാണ് പറഞ്ഞു കേട്ട്. അപ്പം അറിയില്ല, ഞാൻ പൂവിടോ ഇല്ലെന്നുള്ളത് അറിയില്ല. ഇട്ടാൽ മതിയായിരുന്നു. ഇത് ഞാൻ ടൗണിൽ നിന്ന് മേടിച്ചതാ, കോഴിക്കോട്. ഫോക്കസ് ആവുന്നില്ല. കോഴിക്കോട് നിന്ന് മേടിച്ചത് 80 രൂപയെന്ന് തോന്നുന്നു. ഇത് മേടിച്ചപ്പോൾ ചെറുതായിരുന്നു കേട്ടോ. ഇതിവിടെ കൊണ്ടുവന്ന് ഇത്ര ആക്കിയതാണ്. ഇപ്പോൾ ഒരു വർഷം ആവുന്നു. ഒരു വർഷമായി തോന്നുന്നു. ഒരു വർഷമാവുന്നു. അത് ഇതാണ് ടിക്കാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് അങ്ങനെ തന്നെയാ വരിക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ പൂവിടുന്നു, ഇതിപ്പോൾ ഇങ്ങനെ പൂവിൻ്റെതാണ് വിചാരിക്കും. പക്ഷെ ഇത് പൂവല്ല ഗൈസ്. ഇതിങ്ങനെ പൂവായി ഇതുവരെ ഇങ്ങനെ വന്നതൊക്കെ ഇങ്ങനെ കൊമ്പ് പോലെ ഇങ്ങനെ വലുതായിട്ട് പോയിട്ടേ ഉള്ളൂ. പൂവായാൽ സന്തോഷം. ഇത് ഏത് കളർ ചെയ്യുന്നു ഞാൻ മറന്നുപോയി. ഇത് പിങ്ക് ചെയ്യുന്നു. ഓക്കെ. ഇയാളടുത്തുള്ള വൈറ്റ് അല്ലേ? യെസ്, വൈറ്റ് കാണുമ്പോൾ വേറൊരു. ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ ഡ്രാഗൺ കുഞ്ഞിൻ്റെ വിശേഷം. അത്രേ ഉള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ പൂവ് കാണുന്നില്ലേ, അതൊക്കെ ഫാഷൻ ഫ്രൂട്ടാട്ടോ. റെഡാണ് കേട്ടോ, റെഡ് ഫാഷൻ ഫ്രൂട്ടാണ്. പിന്നെ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പോംഗ്രനേറ്റ്. ഇതുവരെ വീട്ടിലുണ്ടായിട്ടില്ല. പക്ഷെ ചെടി ഇത് അത്രയും വലുപ്പവും അതിലും വലുതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഇതുവരെ കായ ഉണ്ടായിട്ടില്ല. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് പരിപാടി ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് രാത്രി ഇന്നത്തെ സ്പെഷ്യൽ. മൂന്നാമത്തെ വിഷുവിന്റെ സ്പെഷ്യൽ. ഓക്കെ, ഇന്നിവിടെ വില്ലേജ് കുക്കിംഗ് ആണ്. അതാണ് നമ്മുടെ കുക്ക്. ഇവിടെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ വെക്കേണ്ടതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്തുനിന്നാണ് വെക്കുന്നത്. ഇവിടെ ചിക്കൻ പൊരിച്ചതൊരു ഇതിലുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, ഇനി ചിലപ്പോൾ തൊട്ടാൽ ചിലപ്പോൾ വീണുണ്ടെങ്കിൽ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ അവിടെ അരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഞാൻ കണ്ട് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇങ്ങനെ വറുത്ത് കോരിയിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് പകരമായിട്ട് ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെള്ളടിക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണോ? അല്ല, ഓക്കെ. നല്ല മണമൊക്കെ ഉണ്ട്, കുരുമുളകൊക്കെ ഇട്ട് ആടിപ്പോളി. ചോറ് കാണിച്ചു തരാം. വാവ്, എന്ത് രസാണ്. എങ്ങോട്ടാ? ഓക്കെ, നല്ല ചോറ് സെറ്റായിട്ടുണ്ട്. ഇന്ന് എനിക്ക് കുറച്ച് ചോറ് മാറ്റി വെക്കണം, കാരണം ഞാൻ എഗ്ഗ് കൂട്ടില്ല. അപ്പം എൻ്റെ ചോറ് മാറ്റിയിട്ട് വേണം അവർക്ക് എഗ്ഗ് ഇട്ട് മിക്സ് ചെയ്യാൻ. പിന്നെ ഇതിവിടെ പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും അതിന് മിക്സ് ചെയ്യാനുള്ളതാണ്. ആണ്. ഓക്കെ, അപ്പോൾ നല്ല വൈകുന്നേരമായി. അതാ പറയാൻ വന്നത്. നല്ല വൈകുന്നേരമല്ല, സന്ധ്യയായി ഗൈസ്. അത് തന്നെ. അപ്പം ഇനി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കർമൂസ പറിക്കണം. അതുപോലെ തന്നെ റോബസ്റ്റിൻ്റെ കന്ന് പറിക്കണം. അതിനു വേണ്ടി നമ്മൾ പോവുകയാണ്. ഓക്കെ.
നിങ്ങൾ വിചാരിക്കും കന്നെന്ന് പറഞ്ഞാല് കന്നുകുട്ടിയാണെന്ന്. അല്ല, കന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ പ്ലാന്റ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറിച്ചിട്ട് വരാം. കേറുകയാണ്. ആ പറിച്ചോ. ഇറങ്ങാൻ കഴിയില്ലേന്ന്. യെസ്, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അതെ അതെ. നമുക്ക് അടുത്ത ടാസ്ക്. അപ്പൊ നമ്മളിതൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഏറ്റവും വലിയ ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊലയാണിത്. ഓക്കെ, പിന്നെ നമുക്ക് വേറൊന്ന് കാണിച്ചു തരാം. നമുക്കിതാ ഒന്നും കാണുന്നില്ലല്ലേ. ഓക്കെ, ഇത് ഓണാക്കിയില്ലേ. ഓക്കെ, നമ്മുടെ പപ്പായ ഉണ്ട്. ഓക്കെ, ഇതാണ് ആകാശമാങ്ങ. ഇത് നമ്മളെ നാട്ടിലധികം ഇല്ലാത്തതാണ് ആകാശമാങ്ങ. നമുക്ക് കിട്ടും തോന്നും, പക്ഷെ കിട്ടൂല. കിട്ടി. ഓക്കെ, ഒക്കെ ആക്കുന്നതിന്റെ ഇടയിൽ ഇയാൾ പോയിട്ട് സ്വന്തം ചേച്ചിക്ക് വേണ്ടി സ്വന്തം കയ്യാൽ എടുത്തൊരു വാഴക്കന്നാണ്. ഹൗ ഡു യു ഫീൽ? ഞാൻ കുറെ ടൂൾസ് ഒക്കെ എടുത്തിട്ടാണ് പോയത്, പക്ഷെ ഇതൊന്നും വേണ്ടി വന്നില്ല. സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ. അതെ അതെ, അതെ, അവർക്ക് അപ്പുറത്തുള്ള വാഴക്കന്നാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുവോ? കസ്റ്റമൈസേഷൻ ഞങ്ങൾ അലോ ചെയ്യും. നിങ്ങൾ അലോ ചെയ്യും. നിങ്ങളാരാ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ കിണറിന്റെ വലയിൽ ഈ ഫാഷൻ ഫ്രൂട്ട് കണ്ടത്. അപ്പൊ നമുക്കതിനെ എടുക്കാം. ഇങ്ങോട്ട് വരൂ. ഓ യെസ്, കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നല്ല വലുപ്പമുണ്ട്. നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഇനി നമ്മൾ ചെരുപ്പ് മേടിക്കാൻ പോവുകയാണ്. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിന്റെ വീട്ടിൽ. അല്ലേ, അവിടെ ഇപ്പൊ ചെരുപ്പ് ഉണ്ടോ? കൊറേ മുന്നേ ചെരുപ്പ് കണ്ടുവരേണ്ടി വരുമോ? കൊറേ കാലം മുന്നേ പോയി മേടിച്ചതാണ്. ഇപ്പൊ അവിടെ ഉണ്ടോ അറിയില്ല. പോയി നോക്കാം. നമ്മൾ ഒരാളെ കൂടെ വെയിറ്റ് ചെയ്യാണ്. സച്ച് വരാനുണ്ട്. എത്തിയില്ലല്ലോ. ഓക്കെ, ഞങ്ങൾ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചിപ്പ തന്നെ വരും. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് 2 ചെരുപ്പ് എടുത്തു. ഞാനല്ല, ചേച്ചി എടുത്തു. അപ്പോൾ നല്ല ചെരുപ്പാണ്. ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ വില കുറച്ച് തരുന്നതാട്ടോ. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? ഇത്ര നേരം നല്ല പടക്കങ്ങളായിരുന്നു പൊട്ടിക്കൊണ്ടിരുന്നത്. യെസ്, ഒരുപാട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊന്നും പടക്കം തീർന്നില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമല്ലേ ഇങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെന്നെങ്കിലും പൊട്ടി തുടങ്ങിയാൽ അപ്പം തുടങ്ങും അപ്പുറത്തെ ആൾക്കാരും. പക്ഷെ അതൊരു വൈബാണ്. വിഷുവിന് ഭയങ്കര രസമുള്ള പരിപാടിയാണത്. ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അവർ നിർത്തുന്നില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ നേരത്തെ കാണിച്ചതാ, ഫ്രൈഡ് റൈസും ചിക്കൻ പൊരിച്ചതും. ഇനി നമ്മൾ കഴിക്കട്ടെ. പിന്നെ അച്ചാറുണ്ട്, ഒരു സൈഡ് സാലഡും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്രണ്ടിലുള്ള കുറച്ച് പച്ചമാങ്ങ കൂടെ പറിച്ചു കേട്ടോ, പൊന്നപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവർ വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. തലേ ദിവസം വന്നു, വിഷുവിൻ്റെ പിറ്റേ ദിവസം 3ാമത്തെ വിഷുവിൻ്റെ അന്ന് പോയി. മെയിൻ വിഷുവിൻ്റെ അന്നോട്ടോ വന്നത്. അങ്ങനെ പെട്ടെന്നുള്ളൊരു വരവും പോക്കുമായിരുന്നു. അവർക്ക് തിരിച്ച് ചെന്നിട്ട് കുറേ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ച് തൃശ്ശൂർ പോവാണ്. അങ്ങനെ അവർ പോകുമ്പോൾ ഇവരെ കൂടെ ഞങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ അങ്ങനെ പകുതി വരെ സംസാരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയിരുന്നതാണ്. അപ്പോൾ ഇത് വണ്ടർലാൻഡ് കൂപ്പണാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയൂ. കുറേ ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ട്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ % ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ടിക്കറ്റിൽ, അഡൽറ്റിൻ്റെ ടിക്കറ്റിന് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കുറേ കൂപ്പൺ ഉണ്ട്.
അവർ തന്നിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ പകുതിയിലെത്തിയപ്പം ഇറങ്ങി. പിന്നെ ഇവർ കടുക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിൽ നിന്ന് ആക്കെടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു. ഒരു ബക്കറ്റും സെറ്റപ്പൊക്കെ ആയിട്ടാണ് ഇവർ തൃശ്ശൂരിനെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മിക്കവാറും തവണ അവർ പോകുമ്പം കടുക്ക കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കാർഡ്ബോർഡ് ബോക്സിലോ അങ്ങനെ കവറിൽ കെട്ടിയിട്ടോ അങ്ങനെ ബക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോകാറ്. അങ്ങനെ നമ്മളെ ബ്രോയും പൊന്നപ്പനും തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല, അവർക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോവുമായിരിക്കും എപ്പോഴെങ്കിലും. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതെ അതെ, ഇവരൊക്കെ പേടിപ്പിച്ച് ഇവരെ വെട്ടിച്ച ഞങ്ങൾ മേടിച്ച് അതാ ബൈക്കിന്റെ വീലിന്റെ സൗണ്ട്. വേറെന്തോ ആണ് വിചാരിച്ച്. എനിവേസ് കൊള്ളാം, നന്നായിരുന്നു. ഞങ്ങൾ അവരെ കൂടെ പൊന്നപ്പന്റെ കൂടെ പോയി. തിരിച്ച് ഞങ്ങൾ നടന്നാണ് വന്നത്. നടന്നു വരുമ്പോ കുറെ പ്രേത കഥകളൊക്കെ പറഞ്ഞു. നല്ല രസമായിരുന്നു, പേടിപ്പിച്ച് നല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ റിയലായിട്ട് പേടിക്കാൻ തുടങ്ങി. കാവിന്റെ അടുത്ത് എത്തിയപ്പോ ശരിക്കും ഇതായിണ്ടേനെ ഇലക്ട്രിക് മറ്റേത് ബൾബ് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, ഇനിയിപ്പോ പൊന്നപ്പം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒരു 2 ആളെ പോയിണ്ടാവുള്ളൂ. പക്ഷെ വീട്ടിൽ കയറിയ കുറേ ആൾക്കാർ പോയ പോലെ ഫീലുണ്ടാവുക. പിന്നെന്താ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ലോഗ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല രസമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. നമ്മുടെ 3ാമത്തെ വിഷു. അപ്പൊ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഞങ്ങൾ പോയി കുളിച്ച് കിടന്നുറങ്ങും.